കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരികൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വരുന്ന ഓഗസ്റ്റ് 3-ാം തീയതിയാണ് കർക്കിടക വാവ് ദിനമായി ആചരിക്കുന്നത്. കർക്കിടക വാവ് ബലി പ്രസ്തുത മാസത്തിലെ അമാവാസി തിഥിയിൽ എല്ലാ പിതൃക്കളെയും മനസ്സിൽ ധ്യാനിച്ച് അവർക്ക് ചെയ്യുന്ന ശ്രാദ്ധമാണ്. പാർവണ ശ്രാദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. കർക്കിടക വാവിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. മരിച്ചുപോയ വ്യക്തിയുടെ തിഥിയോ നക്ഷത്രമോ അറിവില്ലെങ്കിലും നമുക്ക് കർക്കിടക വാവ് ബലി ഇടാവുന്നതാണ്. 7 തലമുറയിലെ എല്ലാ പിതൃക്കളെയും ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നതിനാൽ കർക്കിടക വാവ് ബലിയിടാൻ മരിച്ച വ്യക്തിയുടെ തിഥിയും നക്ഷത്രവും പ്രസക്തമാകുന്നില്ല. മറിച്ച് അവരും കൂടി ഉൾപ്പെടുന്ന പിതൃക്കളെയാണ് ഈ വാവിന് നാം ബലിയൂട്ടുന്നത്. ആയതിനാൽ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവർക്കും ബലിയിടാവുന്നതാണ്. നമ്മുടെ ഏതെങ്കിലും വീടുകളിൽ അടുത്ത കാലത്തായി മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബലിയിടാമോ എന്ന് സംശയം തോന്നാവുന്നതാണ്. അതായത് അപ്രകാരം മരണം സംഭവിച്ചിട്ടുള്ള വീടുകളിലെ വ്യക്തികൾക്ക് മരണാനന്തര ബലി കഴിഞ്ഞ് പുല അവസാനിച്ചതിന് ശേഷം സമസ്ത പിതൃക്കൾക്കും വേണ്ടി കർക്കിടക വാവ് ബലി ഇടാവുന്നതാണ്. കർക്കിടക വാവ് വ്രതം എപ്രകാരമെന്ന് നോക്കാം. കർക്കിടക വാവിന് ഒരിക്കൽ നോക്കേണ്ടതാണ്. വാവ് ബലി ഇടുന്നവർ കർക്കിടക വാവിൻ്റെ തലേന്ന് ഒരിക്കൽ അനുഷ്ഠിക്കേണ്ടതാണ്. തലേന്ന് ഉച്ചയ്ക്ക് സാധാരണ പോലെ ലളിതമായി മത്സ്യമാംസാദികൾ ഒഴിവാക്കി, അതായത് നോൺ വെജ് ഒഴിവാക്കി ഊണ് കഴിക്കാവുന്നതാണ്. രാത്രി ഊണ് പാടുള്ളതല്ല. അരി ആഹാരം ഒഴിവാക്കി മറ്റു ലഘുഭക്ഷണം എന്തെങ്കിലും രാത്രി കഴിക്കാവുന്നതാണ്. കർക്കിടക വാവിനും തലേന്നും മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മദ്യപാനം, പുകവലി മറ്റുള്ളവയും പാടുള്ളതല്ല. പകലുറക്കവും നിഷിദ്ധമാണ്. മനസ്സിൽ സച്ചിന്തകൾ നിറച്ച നാമജപത്തോടു കൂടി ഇരിക്കേണ്ടതാണ്. ഇപ്രകാരമുള്ള വ്രതവിധി പാലിച്ച് വേണം കർക്കിടക വാവ് ബലി ഇടേണ്ടത്. സാധാരണയായി മരിച്ചവർക്ക് കർമ്മം ചെയ്യുന്നത് മക്കളാണ്. ആരൊക്കെ ബലിയിടാൻ പാടില്ല എന്നുള്ളത് നോക്കാം. അതായത് മാസമുറ കുലവാലായ്മ ഉള്ള സ്ത്രീകൾ ബലിയിടാൻ പാടുള്ളതല്ല. വീടുകളിൽ ബലിയിടാമോ എന്നുള്ള സംശയം വരാറുണ്ട്. വീടുകളിൽ ബലിയിടുന്നവർക്ക് അപ്രകാരം ചെയ്യാവുന്നതാണ്. എന്നാൽ കർമ്മങ്ങൾ യഥാവിധി ചെയ്യാൻ സഹായിക്കുവാനായി ഒരു പുരോഹിതൻ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ബലിച്ചോറ് നാം എന്ത് ചെയ്യണമെന്ന് നോക്കാം. ബലിച്ചോറ് കാക്കകൾക്ക് നൽകുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴുക്കുള്ള ജലാശയത്തിൽ ഒഴുക്കാവുന്നതാണ്. അതിനും സാധിക്കാത്തവർക്ക് മണ്ണിൽ കുഴിച്ചു മൂടാവുന്നതാണ്. കുലവാലായ്മ ഉള്ളവർക്ക്, അതായത് കുല ആചാരം കുറഞ്ഞത് 10 ദിവസമാകുന്നു, പിറ്റേന്ന് പുണ്യാഹം തെളിച്ചിട്ട് ശുദ്ധി വരുത്താവുന്നതാണ്. അവരവരുടെ ആചാരപ്രകാരം വേണം ദിവസത്തിൻ്റെ കണക്കുകളും ചടങ്ങുകളും. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കടമയാണ് വർഷത്തിലൊരിക്കൽ പിതൃക്കൾക്ക് വേണ്ടി ബലിയിടുക എന്നുള്ളത്. പിതൃസ്മരണയാണ് ബലി എന്നുള്ളത് ഇവർക്കും അറിയാമല്ലോ. ഈ വർഷം ഓഗസ്റ്റ് 3-ാം തീയതിയാണ് പ്രശസ്ത ക്ഷേത്രങ്ങളിലും മറ്റും കർക്കിടക വാവ് ബലി ആചരിക്കുന്നത്. പകൽ ബലിയിടുക എന്നതാണ് ശാസ്ത്രം. അതിനാലായാണ് 3-ാം തീയതിയായി എടുത്തിരിക്കുന്നത്. 4-ാം തീയതി ബലിയിടുന്നവർക്ക് വാവിൻ്റെ സമയത്ത് ബലിയിടുക എന്ന ഒരു സങ്കല്പവും ആവാം. ഇവർക്കും പിതൃക്കളുടെ സമ്പൂർണ്ണ അനുഗ്രഹത്തോടു കൂടിയുള്ള നല്ലൊരു കർക്കിടക വാവ് ദിനം ആശംസിക്കുന്നു. ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.